ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഹ്യൂജ് വൊളാട്ടിലിറ്റി ആയിരുന്നു. ക്ലോസിങ്ങോട് കൂടിയിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ചെറിയ റിക്കവറിയൊക്കെ നാസ്ഡാക്ക് ഇൻഡെക്സിലുണ്ടായിരുന്നു. പക്ഷേ ഡൗ ജോൺസ് ഇൻഡെക്സ് അതുപോലെ തന്നെ S&P 500 ഒക്കെ വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹ്യൂജ് വൊളാട്ടിലിറ്റി ആയിരുന്നു. വൊളാട്ടിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് വീണ്ടും കൂടിയിരിക്കുകയാണ്. ഇന്നലെ അമേരിക്കയിലെ 23.51 ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വലിയ വൊളാറ്റിലിറ്റി തന്നെയാണ് അമേരിക്കയിൽ. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. കാനഡയും അതുപോലെ തന്നെ മെക്സിക്കോ ആയിട്ട് താരിഫ് ഡീലിലൊരു നെഗോഷിയേഷനൊക്കെ വന്നേക്കാന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് ഇപ്പോൾ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലത്തെ ഇൻറ്റേർണൽ റവന്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അബോളിഷ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അതിന് പകരം എക്സ്റ്റേണൽ റവന്യൂ സർവീസസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇമ്പോർട്ടിന്മേൽ താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറാനാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകളൊന്നുമല്ല, റിപ്പോർട്ടുകളാണ്. 1870 1913 വരെ താരിഫ് മാത്രമേ അമേരിക്കയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്. പക്ഷേ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് $3 ട്രില്യൺ ഒരു വർഷം അമേരിക്ക ഇൻകം ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കുന്നത്. അതോടൊപ്പം തന്നെ $3 ട്രില്യൺ ഇമ്പോർട്ടും അമേരിക്കയിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര താരിഫ് ഉയർത്തിയാലും $3 ട്രില്യൺ എത്തണമെങ്കിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. 100% താരിഫ് ഉയർത്താണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ടാർഗറ്റൊക്കെ മീറ്റ് ചെയ്യാം. പക്ഷെ അത് തീർച്ചയായിട്ടും വലിയ ഇംപ്ലിക്കേഷൻസ് ആണ് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ ട്രംപിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഒപ്പം ചൈനയുടെ പൊളിറ്റിക്കൽ കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസത്തെ ഡിസിഷനൊക്കെ വന്നിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. ഈ വർഷത്തെ GDP ടാർഗറ്റ് 5% തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സ്പെൻഡിങ് അവർ കൂട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് പൊതുവെ ഒരു ഉണർവ് ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള രീതിയിലുള്ള പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഒന്നും തന്നെ അമേരിക്കൻ മാർക്കറ്റിലില്ല. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. കാരണം ഇന്നലത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് വീക്കായിരുന്നു. അതേസമയം യൂറോപ്പിലെ ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. നമ്മളും ഇന്നലെ വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ മെറ്റൽസ് ഗോൾഡ് ഒഴികെ മറ്റെല്ലാ മെറ്റൽസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ ധാരാളം താഴെ വന്നിട്ടുണ്ട്. $70.5 പെർ ബാരലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പക് കൺട്രികൾ പ്രൊഡക്ഷൻ കൂട്ടാണ്. അതിനനുസരിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളം ഓയിൽ അവൈലബിലിറ്റി കൂടും, ക്രൂഡ് ഓയിൽ അവൈലബിലിറ്റി കൂടും. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച്, ഓയിൽ റിഫൈനറികളെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പീ സ്ലൈറ്റ്ലി റിക്കവർ ചെയ്തിട്ടുണ്ട്. $, അഗൻസ്റ്റ് ആയിട്ട് 87.25 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ താഴെ വന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഗ്രീൻ എനർജി രംഗത്തുള്ളൊരു സ്റ്റോക്കാണ്, ജെൻസോളാണ്. എൻ്റെ ഒരു ഡെറ്റ് ഡിഫോൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. ടേം ലോണിൽ അവർ ഡിഫോൾട്ട് വരുത്തിയിരുന്നു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പക്ഷെ അവർ അമേരിക്കയിലത്തെ ഒരു പ്ലാന്റ് വിറ്റ് $350 കോടി പ്ലാന്റ് വിറ്റ് ഡെറ്റൊക്കെ സെറ്റിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഡിഫോൾട്ട് വരുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ച് റേറ്റിംഗ് കുറയ്ക്കാനായിട്ട് കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്നലെ നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസത്തെ ലോവർ ക്ലോസിംഗ് ആണ്. 29-30 വർഷമായിട്ട് ആദ്യമായിട്ടാണ് 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ലോസ് രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ F&O എക്സ്പയറി April 4 മുതൽ എല്ലാ ലാസ്റ്റ് മൺഡേ ആക്കിയിട്ടുണ്ട്. NSEയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താണ് ഇതിൻ്റെ
റീസൺ എന്നറിയില്ല. എന്നിരുന്നാലും ഏപ്രിൽ 4 മുതൽ ലാസ്റ്റ് മൺഡേ ആണ് F&O എക്സ്പയറി വരാൻ പോകുന്നത്. കോഫോർജിനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. $1.56 ബില്യൺ ആണ് ഓർഡറാണ്. US നിന്നാണ്. ജോൺ കോക്കറിൽ വീണ്ടും ഒരു ഡിഫൻസ് ഡീൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും ജോൺ കോക്കറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. സിമൻറ്റ് കമ്പനികൾ ഡിമാൻഡ് കുറേശ്ശെ കൂടി തുടങ്ങിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഗ്രോത്ത് ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ സിമൻറ്റ് കമ്പനികളിൽ കണ്ടേക്കാം. പവർ ഗ്രിഡ് 3 ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകൾ ബാഗ് ചെയ്തിട്ടുണ്ട്. RVNL 729.82 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽസ്പൻ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് 231.77 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. BHEL നിന്ന് ബോയിലർ ട്യൂബ് സപ്ലൈ ആണ്. അതോടൊപ്പം തന്നെ ഗ്രാസിമിൻ്റെ വേറൊരു ബിർള ഓപ്പസ് പെയിൻറ്റ് പ്ലാന്റും കൂടി കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിർള ഓപ്പസിൻ്റെ അവൈലബിലിറ്റി അക്രോസ് ഇന്ത്യ കൂടാൻ പോവുകയാണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഫെബ്രുവരി സെയിൽസ് 46% മേലെയാണ്. 3600 വണ്ടികളാണ് അവർ വിറ്റിരിക്കുന്നത്. ABB ഒരു AI സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആരംഭിച്ചിട്ടുണ്ട്. ABBനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. GE വിർണോവ TNT 580 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് പവർ ഗ്രിഡിൽ നിന്ന്. ഇത്തരത്തിലുള്ള ന്യൂസുകളാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ. തീർച്ചയായിട്ടും ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇപ്പോൾ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇടിവ് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റും മാർക്കറ്റ് ട്രെൻഡൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു ബോട്ടം ഫിഷിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, ഐനോക്സ് വിൻഡ്, സനോഫി, സീമൻസ്, സെസ്ക്, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ്, LG ഇക്വിപ്മെൻറ്റ്, HDFC ബാങ്ക്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സും പല സ്റ്റോക്കുകളും വാങ്ങുന്നുണ്ട്. അപ്പോൾ എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വലിയ രീതിയിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി ഫർദർ വലിയ രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ ഫാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.